ഓർഡർ ചോദ്യോത്തരം. ശ്രീമതി രമ്യ ഹരിദാസ്. കായിക യുവജനകാര്യം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തുവാൻ പുരാരേഖ വകുപ്പ് മന്ത്രി. സർ, 2023 കേരള പാഠ്യപദ്ധതി ചട്ടക്കൂടിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ആരോഗ്യ കായിക വിദ്യാഭ്യാസവും സ്പോർട്സും നിർബന്ധിത പാഠ്യവിഷയമായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. SCERT കേരളയുടെ നേതൃത്വത്തിൽ പ്രൈമറി ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്കായി ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ 2 കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കി സംസ്ഥാനത്തെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും വിതരണം ചെയ്തിട്ടുണ്ട്. കൂടാതെ 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി ഓരോ ക്ലാസ്സിനും പ്രത്യേക ആരോഗ്യ കായിക വിദ്യാഭ്യാസ ആക്ടിവിറ്റി ബുക്കുകളും തയ്യാറാക്കി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റി ബുക്കുകളുടെ ഫലപ്രദമായ വിനിമയത്തിനായി അധ്യാപകർക്കായി പ്രത്യേക ഹാൻഡ് ബുക്കുകളും തയ്യാറാക്കിയിട്ടുണ്ട്. നിലവിൽ നടപ്പിലാക്കി വരുന്ന ഹയർ സെക്കൻഡറി പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഹയർ സെക്കൻഡറി 1-ാം വർഷ വിദ്യാർത്ഥികൾക്കായുള്ള ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠപുസ്തകം തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി 2-ാം വർഷ പാഠപുസ്തകത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതാണ്. 2026-27 അധ്യയന വർഷത്തിൽ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസ പാഠപുസ്തകങ്ങളിൽ ആയോധന കലകളുമായി ബന്ധപ്പെട്ട ഉള്ളടക്കങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൈക്കോണ്ടോ, ജൂഡോ, റെസ്ലിംഗ്, ബോക്സിംഗ്, കരാട്ടെ തുടങ്ങിയ കായിക ഇനങ്ങളാണ് നിലവിൽ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. ഇതിനു പുറമെ കായിക യുവജനകാര്യ ഡയറക്ടറേറ്റിൻ്റെ നേതൃത്വത്തിൽ വനിതാ ശാക്തീകരണ പരിപാടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് വിദ്യാർത്ഥികൾക്കും വിവിധ മാർഷൽ ആർട്സ് ഇനങ്ങളിൽ പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക പരിശീലന മൊഡ്യൂളും ഹാൻഡ്ബുക്കും തയ്യാറാക്കി പുറത്തിറക്കിയിട്ടുണ്ട്. കൂടാതെ കായിക യുവജനകാര്യ ഡയറക്ടറേറ്റും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ കായിക വിഭാഗവും സംയുക്തമായി സംസ്ഥാനത്തെ മുഴുവൻ കായിക അധ്യാപകർക്കും വിവിധ മാർഷൽ ആർട്സ് ഇനങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക പരിശീലന പരിപാടികൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ബി. കേരള എഡ്യൂക്കേഷൻ റൂൾസ് ചാപ്റ്റർ 4 റൂൾ 3/2 പ്രകാരം ഓരോ സ്കൂളിലും കായിക വിനോദങ്ങൾക്കും കായിക പരിശീലനത്തിനുമായി അനുയോജ്യമായ കളിസ്ഥലവും മതിയായ തുറസായ സ്ഥലവും ഉണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ. സ്കൂൾ സ്ഥാപിക്കുന്നതിനും അതിന് അംഗീകാരം ലഭിക്കുന്നതിനും കെട്ടിടത്തോടൊപ്പം തന്നെ കളിസ്ഥലവും നിർബന്ധമാണ്. വിദ്യാഭ്യാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം തന്നെ പ്രാധാന്യം കായിക വിനോദങ്ങൾക്കും നൽകണമെന്ന KER ചാപ്റ്റർ 4 റൂൾ 3/2 വ്യവസ്ഥ പാലിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നിലവിൽ കായിക യുവജനകാര്യ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 സ്പോർട്സ് സ്കൂളുകളിലും 1 സ്പോർട്സ് ഡിവിഷനിലും ആവശ്യമായ കളിസ്ഥല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെയും വിവിധ MLA ഫണ്ട് പദ്ധതികളുടെയും ഭാഗമായി മറ്റ് നിരവധി സ്കൂളുകളിലും കളിസ്ഥലങ്ങൾ നിർമ്മിക്കുകയും നവീകരിക്കുകയും ചെയ്തു വരുന്നു. കായിക യുവജനകാര്യ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 2 സ്പോർട്സ് സ്കൂളിലും 1 സ്പോർട്സ് ഡിവിഷനിലും വിദ്യാർത്ഥികളുടെ സുരക്ഷ, ക്ഷേമം, പരാതി പരിഹാരം എന്നിവ ഉറപ്പാക്കുന്നതിനായി 3 കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുള്ളതാണ്. പ്രസ്തുത കമ്മിറ്റികൾ നിശ്ചിത ഇടവേളകളിൽ യോഗം ചേരുകയും ഹോസ്റ്റലുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്തു വരുന്നു. കൗൺസിലിൻ്റെ നിയന്ത്രണത്തിൽ 28 ജില്ലാ സ്പോർട്സ് അക്കാദമികളും 41 കോളേജ് സ്പോർട്സ് അക്കാദമികളും 13 സ്കൂൾ സ്പോർട്സ് അക്കാദമികളും പ്രവർത്തിച്ചു വരുന്നു. ഹോസ്റ്റലിലെ കായിക താരങ്ങൾക്ക് ബോർഡിംഗ്, ലോഡ്ജിംഗ് ചാർജായി പ്രതിമാസം 250 രൂപ അനുവദിച്ചു വരുന്നു. കൂടാതെ ഇവരുടെ ചികിത്സാ ചെലവുകൾ, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രാഭത്ത, ദിനഭത്ത എന്നിവ കൗൺസിൽ വഹിക്കുന്നു. കൗൺസിൽ പരിശീലകരുടെ നേതൃത്വത്തിൽ ഇവർക്ക് പരിശീലനം നൽകി വരുന്നു. പ്രസ്തുത ഹോസ്റ്റലുകളിലെ പരിശീലനത്തിന് ആവശ്യമായ കായിക ഉപകരണങ്ങൾ, കായിക താരങ്ങൾക്കുള്ള കിറ്റ് എന്നിവയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ നൽകി വരുന്നു. സ്പോർട്സ് അക്കാദമികളുടെ പ്രവർത്തനവും സൗകര്യവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളും സ്വീകരിക്കുന്നതാണ്. സി. കുട്ടികളിൽ സമഗ്ര ആരോഗ്യകരമായ ജീവിതശൈലി, ശാരീരിക ക്ഷമത, ആരോഗ്യബോധം എന്നിവ വളർത്തിയെടുക്കുന്നതിനായി കായിക യുവജനകാര്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ്. ആരോഗ്യകരമായ ഭക്ഷണശീലം, സ്ഥിരമായ ശാരീരിക വ്യായാമം, കായിക പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കൂടാതെ ആത്മവിശ്വാസം, സംഘബോധം, നേതൃത്വ പാഠവും സാമൂഹിക ഉത്തരവാദിത്ത ബോധം എന്നിവ വളർത്തുന്നതിനും അക്കാദമിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി സഹായകരമാണ്. നിലവിൽ സംസ്ഥാനത്തെ 55 സ്കൂളുകളിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഓരോ സ്കൂളിലും കുറഞ്ഞത് ഒരു കായിക ഇനമെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയും പരിശീലനത്തിനും മത്സരങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇതിലൂടെ വിദ്യാർത്ഥികളുടെ കായിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സ്കൂൾ തലത്തിൽ കായിക മികവ് വളർത്തുന്നതിനും ലക്ഷ്യമിടുന്നു. കുട്ടികളുടെ കായിക മേഖലയിലെ കഴിവുകൾ വളരെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തി വികസിപ്പിക്കുന്നതിനായി അടിസ്ഥാന തലത്തിൽ 6 കായിക ഇനങ്ങളിൽ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബോക്സിങ്ങിനായി പഞ്ച്, ജൂഡോക്കായി ജുഡോക്ക, നീന്തൽ പരിശീലനത്തിനായി സ്പ്ലാഷ്, ഫുട്ബോളിനായി ഗോൾ, ബാസ്കറ്റ്ബോളിനായി ഹൂപ്സ്, അത്ലറ്റിക്സിനായി സ്പ്രിന്റ്. ഇതുകൂടാതെ തൈക്കോണ്ടോ ഇനത്തിലും പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട്. ഇനി വളരെ ദീർഘമാണോ? ആണെങ്കിൽ ടേബിൾ ചെയ്താൽ മതി. ടേബിൾ ചെയ്താൽ മതി. ഓക്കെ. ശ്രീമതി രമ്യ ഹരിദാസ്. സർ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ മെസ്സിയുടെയും നെയ്മറിൻ്റെയും ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെയും എംബാബയുടെയും ഒക്കെ ആരാധകരായി മാത്രം ഒതുങ്ങേണ്ടവരല്ല. ലോകകപ്പ് ഫുട്ബോളിൽ നമ്മുടെ ഇന്ത്യക്കും പ്രാതിനിധ്യം വേണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്.
അതിന് നമ്മുടെ സ്കൂളുകളിൽ കായിക വകുപ്പിൻ്റെ സഹകരണത്തോടെ കൃത്യമായ പദ്ധതികൾ വേണം. സാർ, കേരളത്തിലെ സ്കൂളുകളിൽ LP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കായിക അധ്യാപകൻ മാത്രമാണുള്ളത്. സാർ, കായിക വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും കൂടി ചേർന്ന് LP ഹയർ സെക്കൻഡറി തലങ്ങളിൽ കൂടി കായിക അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർ, കായിക അധ്യാപകരുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. അത് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, സ്കൂളുകളിൽ പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലെ സ്കൂളുകളിൽ കായിക പരിശീലനത്തിന് സൗകര്യങ്ങൾ കുറവാണ്. ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിൽ ദേശീയ ഫുട്ബോൾ താരമായ ശ്രീജിത്തിനെ പോലെ നിരവധി പ്രതിഭകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. മെച്ചപ്പെട്ട സൗകര്യം ഗ്രാമങ്ങളിലെ സ്കൂളുകൾക്കും വിദ്യാർത്ഥികൾക്കും കൂടി ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി കായിക വകുപ്പ് സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സർ, നിലവിൽ ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം OP എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളുകളിലും പ്രാദേശികമായും കായിക മേഖലയിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട്. കൂടുതലായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. ശ്രീ ചാണ്ടി ഉമ്മൻ. സർ, 1 പഞ്ചായത്ത് 1 പ്ലേ ഗ്രൗണ്ട് എന്ന പദ്ധതി അത് എത്ര ശതമാനം പൂർത്തിയായി എന്ന് പറയാൻ സാധിക്കുമോ? അത് എങ്ങനെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകും? ഒപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ നല്ല കളിക്കാരാണെങ്കിൽ അവർക്ക് എങ്ങനെ പ്രോത്സാഹനം കൊടുക്കാം, അവരെ എങ്ങനെ പിന്തുണയ്ക്കാം എന്നുള്ളതാണ് എനിക്ക്. മിനിസ്റ്റർ. സർ, ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതിയുടെ ഭാഗമായി 50% പണം MLA MP ആസ്തി വികസന ഫണ്ടും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ CSR ഫണ്ടുകളും ഉപയോഗിക്കുകയും അതുപോലെ തന്നെ 50% കായിക വകുപ്പിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമാണ് അനുവദിക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP സർക്കാർ പുറപ്പെടുവിക്കുകയും അതിൻ്റെ ഭാഗമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിലവിൽ 124 കളിസ്ഥലങ്ങൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീട് 4/2/2026 ഉത്തരവ് പ്രകാരം 30 കളിസ്ഥലങ്ങളും 15/3/2026 ഉത്തരവ് പ്രകാരം 36 കളിസ്ഥലങ്ങളും കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആകെ 190 കളിസ്ഥലങ്ങൾ മാത്രമാണ് ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കളിസ്ഥലങ്ങളുടെ പട്ടികയിലുള്ളൂ. നിലവിൽ 27 കളിസ്ഥലങ്ങൾ മാത്രമാണ് നിലവിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ 5% മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. പദ്ധതി കുറെ കൂടി വിപുലമായും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്ന രീതിയിലേക്ക് വരുമ്പോൾ പ്രാദേശികമായി ഗ്രൗണ്ടുകളുടെ അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട ഗുണകരമായ ഒരു കാര്യമായി മാറുകയും ചെയ്യും. നമ്മുടെ ഗ്രൗണ്ടുകളെ സംബന്ധിച്ച് പൊതുവിൽ നിലനിൽക്കുന്ന ഒരു ബോധ്യം എന്ന് പറയുന്നത് ഗ്രൗണ്ടുകൾ എപ്പോഴും പുരുഷന്മാർക്ക് മാത്രമായി നിലനിൽക്കുന്നതാണ് എന്നൊരു പൊതുബോധ്യം നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. ഗ്രൗണ്ടുകളിലേക്ക് സ്ത്രീകളുടെ കൂടി സാന്നിധ്യം വരാതിരിക്കുന്നതിന് കാരണം പലപ്പോഴും അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം അവിടെ പ്രാദേശികമായ സ്ത്രീകൾക്കും എല്ലാവർക്കും കൂടി പങ്കെടുക്കാവുന്ന രീതിയിലേക്ക് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഫ്ലഡ് ലൈറ്റഡ് ആക്കുന്ന കാര്യങ്ങളെപ്പറ്റി കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ 5 മണി മുതൽ രാത്രി 10 മണി വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ കളിസ്ഥലങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് ലഹരിക്കെതിരെ ഒരു വലിയ പ്രചരണ മാർഗം കൂടിയായിട്ട് മാറും. ചെറുപ്പക്കാർ കൂടുതലായി എൻഗേജ് ചെയ്യും. അവർ കൂടുതലായി എൻഗേജ് ചെയ്യുന്നതോടുകൂടി അതൊരു പാരലായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫ് സംവിധാനത്തിലേക്ക് കൂടി മാറും. ഏതെങ്കിലും പ്രദേശത്ത് ഒരു തട്ടുകടയോ ചായക്കടയോ തുടങ്ങി കുറേ ചെറുപ്പക്കാർ വന്ന് ചായ കുടിച്ച് നിൽക്കുന്നതല്ല, മറിച്ച് പകൽ എങ്ങനെയാണോ ആളുകൾ എൻഗേജ് ചെയ്യുന്നത് അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും രാത്രികളിലും എൻഗേജ് ചെയ്യാൻ സാധിച്ചാൽ, ഗ്രൗണ്ടുകൾ ആ തരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചാൽ, നേരത്തെ ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തെ നാട്ടുമ്പുറങ്ങളിലെ ചെറുപ്പക്കാർക്ക് കൂടുതലായി കായിക മേഖലയിൽ ഉയർന്നു വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകും. ശ്രീ റോയ്ക്ക പൗലോസ്. സാറ്, മിനിസ്റ്റർ പറഞ്ഞ കാര്യങ്ങളോടെല്ലാം യോജിക്കുന്നു. അതോടൊപ്പം ഈ അധ്യാപകരെ സംബന്ധിച്ച് സ്കൂളിലെ പാഠപുസ്തകങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ആവശ്യത്തിന് അധ്യാപകരില്ല എന്നുള്ളൊരു വലിയ പരാതി നിൽക്കുന്നുണ്ട്. പിന്നെ 2, ഈ KER ചട്ടപ്രകാരമുള്ള ഭൂമി പല സ്കൂളുകളിലുമില്ല. 20% താഴെയുള്ള സ്കൂളുകളേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ കമ്മിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. ആ കമ്മിറ്റികളുടെ പ്രവർത്തനം ഒന്ന് പരിശോധിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ മറ്റൊരു കാര്യവും കൂടി ഇതിൻ്റെ അകത്ത്, ഈ സ്പോർട്സിനാവശ്യമായ നമ്മുടെ ലഹരി വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ 10 ഒരു ബാച്ച് 1/2 മണിക്കൂറേ ഉള്ളൂ. ഹയർ സെക്കൻഡറിയിൽ 45 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതിന് പൊതുവായ കാര്യങ്ങളാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. അതിൻ്റെ അകത്ത് മിക്കവാറും അതിന് അധ്യാപകരില്ലാത്തതുകൊണ്ട് ഈ സ്പോർട്സിൻ്റെ വിഭാഗം മറ്റധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ആ വിഭാഗത്തിന് അധ്യാപകരില്ലാത്തതുകൊണ്ട് മറ്റധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. ഇതൊന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അംഗം ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ പരിശോധിക്കുന്നതാണ്. ശ്രീ MM നസീർ. സാർ, എല്ലാ സ്കൂളുകളിലും കായിക പരിശീലനത്തിന് പ്രത്യേക പീരീഡുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുമോ? പ്രസ്തുത പീരീഡുകൾ സ്പോർട്സ് ഇതര വിഷയങ്ങൾക്കായി മാറ്റുന്ന സ്കൂളുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. മിനിസ്റ്റർ. സർ, കായിക പരിശീലനത്തിനായി മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള അവറുകൾ
മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അധ്യാപകർ കൈയേറുന്നു എന്നുള്ള പരാതി പലപ്പോഴും വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ വിഷയത്തിൽ കൃത്യമായ തന്നെ നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നൽകും. കായിക പരിശീലനം മറ്റു വിഷയങ്ങൾ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായി പരിഗണിക്കേണ്ടതാണ് എന്നുള്ളതാണ് സർക്കാർ നിലപാട്. ശ്രീ കെ രാമചന്ദ്രൻ. സാർ, സംസ്ഥാനത്ത് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് നിരവധി ഗ്രൗണ്ടുകൾ നവീകരിക്കുന്നതിനും നിർമ്മാണം നടത്തുന്നതിനും വേണ്ടിയുള്ള പദ്ധതികളും പണവും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നിരവധി പദ്ധതികൾ ഇപ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നന്ദിക്കര ഗവൺമെൻറ് സ്കൂൾ, അതുപോലെ തന്നെ വല്ലച്ചറ പഞ്ചായത്ത് ഗ്രൗണ്ട്, തൃക്കൂർ സർവോദയ ഹൈസ്കൂൾ ഗ്രൗണ്ട്, ഇതിനെല്ലാം നിർമ്മാണത്തിന് വേണ്ടി ഫണ്ടും ഒക്കെ അനുവദിച്ചിട്ടും ഇതിൻ്റെ നിർമ്മാണ പുരോഗതി മുന്നോട്ട് പോകുന്നില്ല. ഈ കാര്യം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതോടൊപ്പം കായിക വകുപ്പിൻ്റെ നിയന്ത്രണത്തിലും കായിക വകുപ്പ് മുഖേന നടപ്പിലാക്കുന്നതുമായ ഈ പദ്ധതി കാര്യക്ഷമമായ കാലതാമസം കൂടാതെയും നടപ്പിലാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ എന്നതാണ് എൻ്റെ ചോദ്യം. നിലവിൽ 190 കളിസ്ഥലങ്ങളാണ് ആകെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്. അതിൽ പ്രവൃത്തി പൂർത്തീകരിച്ചത് 27 ഇടത്ത് മാത്രമാണ്. കരാർ ഒപ്പുവെച്ചത് 72 ഇടങ്ങളിലാണ്. ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത് 48 ഇടത്താണ്. ഭരണാനുമതിക്കായി AS സമർപ്പിച്ചത് 20 ഇടത്താണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കൽ പുരോഗമിക്കുന്നത് 23 ഇടത്താണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആകെ ഈ പദ്ധതിയുടെ പ്രവർത്തനം ഒരു 10% മാത്രമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് പോരാ എന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാട്. വളരെ വേഗത്തിൽ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരമാവധി ഇടങ്ങളിലേക്ക് ഈ പദ്ധതിയുടെ ഗുണം ആളുകൾക്ക് ലഭ്യമാക്കുന്ന രീതിയിലേക്ക് നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ M. വിൻസെന്റ്. സർ, മയക്കുമരുന്നിനെതിരായി ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെയുള്ള അതിശക്തമായ പോരാട്ട പരിപാടികൾക്ക് സംസ്ഥാന ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന ഈ സന്ദർഭത്തിൽ ചെറുപ്പക്കാരുടെയിൽ കായിക അഭിരുചി വളർത്തുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ ആവശ്യമാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, സ്കൂളുകളിൽ, കോളേജുകളിൽ മിക്കവാറും സ്കൂളുകളിലും കോളേജുകളിലും ഗ്രൗണ്ടുകളുണ്ട്. ആ കോളേജുകളിലെയും സ്കൂളുകളിലെയും കുട്ടികൾ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. സ്കൂൾ കോളേജ് സമയം കഴിഞ്ഞാൽ മറ്റുള്ള ചെറുപ്പക്കാർ കൂടി, കായിക പ്രേമികൾ കൂടി അത് ഉപയോഗിക്കാനുള്ള അവസരമുണ്ടായാൽ 100 കണക്കിന് ഗ്രൗണ്ടുകൾ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. മാത്രം സ്ഥലപരിമിതിയാണ് ഇന്ന് പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഏറ്റവും വലിയ കുറവായി നിൽക്കുന്നത്. അത് പരിഹരിക്കാനും കഴിയും. ഗവൺമെൻറ് അത്തരം സ്റ്റേഡിയങ്ങൾക്ക് ഒരു വാർഷികമായ ഒരു മെയിൻ്റനൻസ് ഗ്രാൻഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 കണക്കിന് ഗ്രൗണ്ടുകൾ ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. അതിന് സർക്കാർ നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സ്കൂളുകൾക്ക് ഒരുപാട് സ്കൂളുകളെ സംബന്ധിച്ച് ഗ്രൗണ്ടുകൾ ഒരുപാടുണ്ട്. പ്രാദേശികമായി നമുക്ക് മുൻകാലങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്രൗണ്ടുകളെല്ലാം തന്നെ സ്കൂളുകളുടേതാണ്. പക്ഷേ സമീപകാലങ്ങളിൽ സ്കൂളുകളിൽ പലതും 5 മണിക്ക് ശേഷം പൊതുസമൂഹത്തിന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അടച്ചിടുന്നതിൻ്റെ ഭാഗമായി വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. നിലവിൽ 1 പഞ്ചായത്ത് 1 പ്ലേ ഗ്രൗണ്ടിൻ്റെ ഭാഗമായി നമ്മൾ അനുവദിക്കുന്ന സ്കൂളുകളെ സംബന്ധിച്ച് സ്കൂളുകളുടെ നടത്തിപ്പിനും അവരുടേതായ പരിപാലനത്തിനും തടസ്സം വരാത്ത രീതിയിൽ ഒരു MOU ഒപ്പുവെക്കുകയും പൊതുസമൂഹത്തിനോട് ഉറപ്പുവരുത്താവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ബാക്കി മറ്റിടങ്ങളിൽ കൂടി സ്കൂളുകളുടെയും കോളേജുകളുടെയും ഗ്രൗണ്ടുകൾ അവയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പ്രയാസം വരാത്ത രീതിയിൽ പൊതുസമൂഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ മറ്റു ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധപ്പെട്ട് കൂടിയിൽ ചെയ്യാം. ശ്രീ വി ജോയ്. സാറേ, സ്കൂൾ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്പോർട്സിൻ്റെ പങ്ക് വളരെ വിശദമായിട്ട് മറുപടിയിൽ പറയുകയുണ്ടായി. എൻ്റെ ചോദ്യം, നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ഒരു ഗെയിം എന്നുള്ള ഒരു പ്രപ്പോസലും അങ്ങ് വയ്ക്കുകയുണ്ടായി. ഇതിനെ നമുക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ഇപ്പോൾ കായികാധ്യാപകരുടെ കുറവിനനുസരിച്ച് നമുക്ക് സ്പോർട്സ് കൗൺസിലിന് ട്രെയിനർമാരെ നമുക്ക് സ്കൂളുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? മിനിസ്റ്റർ. സാർ, ഒരു സ്കൂളിൽ ഒരു ഗെയിം പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പൊതുവിലെ ഒരു സ്കൂളിലെ സംബന്ധിച്ച് എത്ര വിദ്യാർത്ഥികളാണ് ഓരോ ഇവൻറ്റിലും പങ്കെടുക്കുന്നതിന് എന്നതിനെ പരിശോധിച്ചും ആ പ്രദേശത്തെ വിദ്യാർത്ഥികൾ കൂടുതലായി എൻഗേജ് ചെയ്യുന്ന കായിക ഇനം കൂടി പരിശോധിച്ചുമാണ് തീരുമാനം എടുക്കേണ്ടത്. മാത്രമല്ല, അവരുടെ മികവ് പുലർത്തുന്ന രീതിയിലേക്ക് അവർക്ക് പരിശീലനം കൊടുക്കുക എന്നുള്ളതും നാളുകളിൽ അവരെ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് ആ പദ്ധതി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. പരിശീലകരുടെ അഭാവങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പരിശീലകരുടെ അഭാവങ്ങളുണ്ട്. അത് കായിക വകുപ്പിനെ നേരിട്ട് നിയമിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും മറ്റു വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാലോചനയ്ക്ക് ശേഷം സർക്കാർ തീരുമാനം എടുക്കുന്നതാണ്. ശ്രീ മാണി സി കാപ്പൻ. സർ, സംസ്ഥാന സ്കൂൾ മത്സരങ്ങളിലും ജില്ലാ മത്സരങ്ങളിലും സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളെ മാത്രമേ പങ്കെടുപ്പിക്കുന്നുള്ളൂ. CBSE ICSE സ്കൂളുകളിലെ കുട്ടികളെ കൂടെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള നടപടി ചെയ്തു. പരിശോധിച്ചതിന് ശേഷം മറുപടി പറയാനാണ്.
ശ്രീ PM.A. സമീർ. സർ, സ്ഥലപരിമിതികളാണ് സ്കൂളുകൾക്ക് സ്പോർട്സ് ഫെസിലിറ്റികൾ തയ്യാറാക്കുന്നതിനുള്ള വലിയ ഒരു കാരണമായിട്ടുള്ളത്. നിലവിലുള്ള സ്കൂളുകളുടെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളാണെങ്കിൽ അതിൻ്റെ റൂഫ് ടോപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പോർട്സ് ഫെസിലിറ്റികൾ ചെയ്യാനുള്ള നടപടികളുണ്ടോ? നല്ല നിർദ്ദേശമാണ്. പക്ഷേ സ്കൂളുകളുടെ സുരക്ഷയും ഫിറ്റ്നസും വിദ്യാർത്ഥികളുടെ സുരക്ഷയും കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കൂ. ശ്രീ CR മഹേഷ്. കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് മാരകമായി പരിക്ക് പറ്റുന്ന സ്കൂൾ കായിക താരങ്ങൾക്ക് ഇപ്പോൾ വകുപ്പിൽ നിന്നും ധനസഹായം ലഭ്യമാണോ? ഇല്ലെങ്കിൽ അവർക്ക് ചികിത്സാ ധനസഹായം അനുവദിക്കുവാൻ അങ്ങ് ഇടപെടുമോ? ചികിത്സാ ധനസഹായത്തിന് വേണ്ടി ഉള്ള അനുകൂലമായ സമീപനങ്ങൾ കൈവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ്. ശ്രീ മുഹമ്മദ് റിയാസ്. ഗെയിം മാത്രമല്ല, അത് ചിന്താശേഷിയും ഏകാഗ്രതയും ആത്മനിയന്ത്രണവും വർദ്ധിപ്പിക്കുന്ന ഒരു മാനസിക പരിശീലനം കൂടിയാണ് സർ. നമ്മൾ ലോക കായിക മേഖല എടുത്ത് പരിശോധിച്ചാൽ ഫുട്ബോൾ, ക്രിക്കറ്റ് ഉൾപ്പെടെ, അത്ലറ്റിക്സ് ഉൾപ്പെടെ എല്ലാ മേഖലയിലും ലഹരിക്ക് അടിമപ്പെട്ട പ്രധാനപ്പെട്ട കായിക താരങ്ങളുണ്ട്. എന്നാൽ ചെസ് ഉൾപ്പെടെയുള്ള ഇതുപോലുള്ള കായിക മേഖലയിൽ നിന്നും ഒരു ആൾ പോലും ലഹരിക്ക് അടിമപ്പെട്ടതായി നമുക്ക് കാണാനാകുന്നില്ല. നമ്മളിപ്പോൾ എല്ലാവരും ഒന്നിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയാണ്. സ്കൂളുകളിൽ നിർബന്ധമായി ചെസ് പരിശീലനം നടത്തുവാനുള്ള ഒരു നീക്കം നടത്താനാകുമോ? ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഇവിടെയുണ്ട്. ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ സ്കൂളുകളിൽ ചെസ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതും പരിശോധിക്കുന്നത് ഗുണകരമാകില്ലേ? മിനിസ്റ്റർ. സാർ, ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായി മുഴുവൻ സ്പോർട്സ് ഇവൻറ്റുകളും നമുക്ക് ഗുണകരമായി തന്നെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ചെസ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളെ സംബന്ധിച്ച് സ്കൂളുകളിൽ കൂടുതലായി ബോധവൽക്കരണം നടത്തുന്നതിനും കൂടുതലായി വിദ്യാർത്ഥികളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാവുന്നതാണ്. ശ്രീ കുറുക്കോളി മൈത്രി. സർ, കായിക അധ്യാപകരുടെ അഭാവം മൂലം സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളിൽ ഉൾപ്പെടെ കായിക ആരോഗ്യ പ്രവർത്തനങ്ങൾ, പരിശീലനങ്ങളും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇത് നികത്തപ്പെടാതെ പോയതുകൊണ്ടാണ് ഈ വലിയ ദുരന്തം ഈ മേഖല രൂപപ്പെടുന്നത്. അത് പരിഹരിക്കാൻ അടിയന്തര നടപടി വിദ്യാഭ്യാസ വകുപ്പുമായി ആലോചിച്ച് ചെയ്യുമോ എന്നാണ് എനിക്കറിയേണ്ടത്. മിനിസ്റ്റർ. സർ, അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം പരിശോധിക്കാവുന്നതാണ്. കായിക അധ്യാപകരുടെ അഭാവം പലപ്പോഴും സംഭവിക്കുന്നത് ഡിവിഷൻ ഫാൾ വരുമ്പോൾ ഏറ്റവും ആദ്യം ഒഴിവാക്കപ്പെടുന്ന തസ്തികയും കായിക അധ്യാപകരുടെ മാറുന്നത് കൊണ്ടുകൂടിയാണ്. അതിലെ വിദ്യാഭ്യാസ വകുപ്പുമായി കൂടി ആലോചിച്ച് സർക്കാർ ഒരു തീരുമാനം ഉടൻ തന്നെ പ്രഖ്യാപിക്കണം. ശ്രീ ആര്യാടൻ ഷൗക്കത്ത്. സർ, ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നടത്തുന്ന ഈ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്ന കിറ്റ്കോയാണ്. പക്ഷേ പലപ്പോഴും ഈ രണ്ട് സ്ഥാപനം തമ്മിൽ യാതൊരു കോർഡിനേഷനും ഇല്ലാത്ത രൂപത്തിലാണ്. നിലമ്പൂരിൽ 18.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടന്ന സ്റ്റേഡിയം ഇപ്പോഴും ആ സ്റ്റേഡിയം കൈമാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ഇത് ആരാണിത് നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് സ്കൂളിനും കൊടുക്കുന്നില്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ മുനിസിപ്പാലിറ്റിക്കും കൈമാറുന്നില്ല. ഈ കാര്യത്തിൽ കൃത്യമായി മെയിൻ്റനൻസ് നടത്താൻ കഴിയുന്ന ഒന്നുകിൽ സ്കൂൾ നടത്തുക, അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നടത്തുക. ഇതിൽ കൃത്യമായൊരു തീരുമാനമില്ലെങ്കിൽ ആ സ്റ്റേഡിയം നശിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അത് കൈമാറാനുള്ള നടപടി കൂടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച വിഷയം പ്രത്യേകമായി പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് വിളിച്ചുകൂട്ടി തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ്. സർ. ശ്രീ പ്രേംകുമാർ. കായിക മേഖലയിൽ ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതിയുടെ വലിയ ഒരു പരിമിതി തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കോ സർക്കാർ സ്കൂളുകൾക്കോ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാനാകൂ എന്നതാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിലെ 7 തദ്ദേശഭരണ സ്ഥാപനങ്ങളിലായി 8 കളിസ്ഥലങ്ങൾ, അതിൽ 4 പൂർത്തീകരിച്ചു കഴിഞ്ഞു. എയ്ഡഡ് സ്കൂളുകളിൽ കൂടി ഒരു ധാരണാപത്രം ഒപ്പിട്ട് ആ എയ്ഡഡ് സ്കൂളുകളുടെ കളിസ്ഥലമോ പഞ്ചായത്തിൽ ആ നിലയിൽ കളിസ്ഥലമില്ലെങ്കിൽ കളിസ്ഥലം കണ്ടെത്തി അത്തരത്തിൽ ഈ ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം പദ്ധതിയുടെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമോ? സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സഹകരണവും പിന്തുണയും തുടർന്ന് അതിൻ്റെ നടത്തിപ്പിനുള്ള നിലപാടും സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം. സർ, എയ്ഡഡ് സ്കൂളുകളിലെ മാനേജ്മെൻറ്റുകളുമായി ഒരു MOUയിലൂടെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വിഘാതം വരാത്ത രീതിയിൽ കായിക മേഖലയിലെ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ പ്രാദേശികമായി കൂടി ഗ്രൗണ്ടുകളിലെ അവൈലബിലിറ്റി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ഉറപ്പുവരുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നതാണ്. ശ്രീ റസാഖ് മാസ്റ്റർ. മാവൂര് 25 വർഷമായി 400ഓളം ഏക്കർ സ്ഥലം അടിഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ 36/2001 അത് അവിടെ അടച്ചു പൂട്ടപ്പെട്ടിരിക്കുന്നത്. വിജനമായി നിൽക്കുന്ന ആ സ്ഥലത്ത് നമ്മൾ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ബഹുമാനം അവിടെ മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേഡിയം ഈ മാവൂരിൽ ആരംഭിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. മിനിസ്റ്റർ. സർ, നിലവിൽ ബഡ്ജറ്റിൽ 50 കോടി രൂപ മലബാർ കേന്ദ്രീകരിച്ചിട്ടുള്ള ഫുട്ബോൾ
സ്റ്റേഡിയത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടെയാണ് അത് നടപ്പിലാക്കേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ച് സ്ഥലത്തിൻ്റെ അവൈലബിലിറ്റി കൂടി അടക്കമായി മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മറുപടി പറയുന്നു. കളിയും കളിസ്ഥലമായതുകൊണ്ട് ധാരാളം ഉപചോദ്യമുണ്ട്. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ടൈം എക്സീഡ് ചെയ്യുകയാണ്. ചോദ്യം നമ്പർ 122 ശ്രീ സജി ചെറിയാൻ. അടുത്ത് ബഹുമാനപ്പെട്ട മന്ത്രി മോട്ടോർ വാഹന വകുപ്പിലെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൗഹൃദവുമാക്കുന്നതിന് വേണ്ടിയിട്ട് പരിവാഹൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിൽ വാഹൻ ട്രേഡ് സർട്ടിഫിക്കറ്റ് മോഡ്യൂളുകൾ, വാഹൻ ചെക്ക് പോസ്റ്റ് മോഡ്യൂൾ, വാഹൻ ബൈലാറ്ററൽ ടാക്സ് മോഡ്യൂൾ, വാഹൻ ഡാഷ്ബോർഡ്, വാഹൻ റിപ്പോർട്ട് മോഡ്യൂൾ തുടങ്ങിയിട്ടുള്ള നിരവധി മോഡ്യൂളുകൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നടപ്പാക്കുകയുണ്ടായി. ഇത് കേന്ദ്രത്തിൻ്റെ ദേശീയ തലത്തിലുള്ള ഒരു സംവിധാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ഡിജിറ്റലായിട്ട് ഡൗൺലോഡ് ചെയ്യുന്നുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ മേശപ്പുറത്ത് വയ്ക്കുക. രണ്ടാമതായിട്ട് സാരഥി, വാഹൻ തുടങ്ങിയ ഓൺലൈൻ സംവിധാനങ്ങൾ വഴി RTO ഓഫീസുകളിൽ നേരിട്ട് പോവാതെ തന്നെ പൊതുജനങ്ങൾക്ക് സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ആരംഭിച്ച കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കുകളുടെ സവിശേഷതകളും അനുബന്ധം 3ആയിട്ട് ശ്രീ സജി ചെറിയാൻ. സർ, സ്ത്രീ യാത്രക്കാരുടെ വലിയൊരു വിഭാഗം KSRTCയിലേക്ക് മാറുന്നതോടുകൂടി സ്വകാര്യ ബസ് മേഖല പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കേരളത്തിൽ സ്വകാര്യ ബസ് യാത്രാ മേഖലയിൽ നന്നായി ഇടപെടുന്നത് കൊണ്ടാണ് പൊതുഗതാഗത മേഖല നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണം. ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഇതിനോടകം തന്നെ നിർത്തൽ ചെയ്തു കഴിഞ്ഞു. ആയിരക്കണക്കിന് സ്വകാര്യ റൂട്ടുകൾ ഉടമകൾ ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വന്നിരിക്കുന്നു. സർക്കാർ ഇപ്പോൾ ഏതോ ചെറിയ നികുതി കുറച്ചു എന്നാണ് പറയുന്നത്. ഈ കുറച്ച നികുതി സ്വകാര്യ മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്നതല്ല സാർ. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? സ്വകാര്യ ബസ് മേഖലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്? മിനിസ്റ്റർ. സർ, ഈ മേഖലയെ സർക്കാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പലപ്പോഴും വിശദീകരിച്ചതുപോലെ, ഒരു സ്വകാര്യ മേഖല എന്നതിലുപരി പൊതുഗതാഗതം കൈകാര്യം ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു മേഖലയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ബജറ്റിൽ ഒരിക്കലും ചെയ്യാത്തതുപോലെ അവരുടെ നികുതി പകുതിയായി 50% കുറച്ചത്. പക്ഷേ അതുകൊണ്ട് അവർക്കൊരു വർഷത്തിൽ ഏതാണ്ട് 50,000 രൂപയുടെ ഒരു ആനുകൂല്യമാണ് ലഭിക്കുക. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെയല്ല സാർ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ളത്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുള്ള മേഖലകളുണ്ട്. ഉദാഹരണത്തിന് നെയ്യാറ്റിൻകര താലൂക്കിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങൾ കാര്യമായിട്ട് ഓടുന്നില്ല. അവിടെ അതുകൊണ്ട് അവർക്ക് ആ വിഷയം അവിടെ ബാധകമല്ല. ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിൽ അവിടെ KSRTC ബസ്സുകളും വളരെ താരതമ്യേന കുറവായിട്ടാണ് ഓടുന്നത്. അപ്പോൾ അവിടെയുള്ള സ്വകാര്യ മേഖലയ്ക്ക് ഇതൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല. എന്നാൽ രണ്ടുപേരും ഒരുമിച്ച് ഓടുന്ന പ്രദേശങ്ങളിൽ തീർച്ചയായിട്ടും സ്ത്രീകൾ കൂടുതലായി KSRTC ബസ്സിനെ ആശ്രയിക്കുന്നതുകൊണ്ട് ഈ ബസ്സുകളിലെ കളക്ഷൻ ഒരു ദിവസം 1500 മുതൽ 2500 രൂപ വരെ കുറഞ്ഞതായിട്ടാണ് അവരുടെ പ്രതിനിധികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ നമ്മളതിൻ്റെ ഗൗരവം കാണുന്നുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ജെൻസിയും പൂക്കിയും ഒക്കെ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രയോജനപ്പെടുത്തി. അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. യുവജനങ്ങൾക്ക് വലിയ ഇളവുകൾ നൽകുമെന്ന് വാഗ്ദാനമാണ് ബഹുമാനപ്പെട്ട ഇന്നത്തെ മുഖ്യമന്ത്രി നൽകിയത്. ഇപ്പോൾ പ്രഖ്യാപിച്ച ഇളവുകൾ നിലവിൽ തന്നെ നിയമവിധേയമായിട്ടുള്ളതാണ്. സാർ, ഇവരെ ആക്ഷേപിക്കുന്നത് തുല്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ യുവാക്കൾ ആഗ്രഹിക്കും വിധമുള്ള മോഡിഫിക്കേഷൻ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ? നിയമം അനുവദിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള മോഡിഫിക്കേഷനുകൾക്കാണ് അംഗീകാരം നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? മിനിസ്റ്റർ.
മോഡിഫിക്കേഷനുകൾ അനുവദിക്കുന്ന കാര്യത്തിലും നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റേതായിട്ടുള്ള നിയമാവലികൾ നമുക്ക് ബാധകമാണ് എങ്കിൽ പോലും അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ, അതിൽ പ്രത്യേകിച്ച് അമിതമായ വെളിച്ചവും ശബ്ദവും പുറത്തേക്ക് വരുന്ന തരത്തിലുള്ള മോഡിഫിക്കേഷൻ അംഗീകരിക്കാൻ സാധ്യമല്ല. എന്നാൽ കളർ കോഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ അപകടകരമല്ലാത്ത ഫിറ്റിങ്സ് വയ്ക്കുന്ന കാര്യത്തിൽ, വാഹനത്തിൻ്റെ പുറത്തേക്ക് തുറച്ചു നിൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെയുള്ള മോഡിഫിക്കേഷൻസിനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സാർ, ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾക്കായി ഓൺലൈനായി സ്ലോട്ടുകൾ ബുക്ക് ചെയ്യുന്ന അപേക്ഷകർക്ക് നിശ്ചിത സമയക്രമം പാലിച്ച് ടെസ്റ്റ് നടത്തുന്നതിനും അനാവശ്യ കാലതാമസം ഒഴിവാക്കുന്നതിനുമായി പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ടോ? മിനിസ്റ്റർ. തീർച്ചയായിട്ടുമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കാലതാമസം ഒഴിവാക്കും. പ്രത്യേകിച്ചും ഈ നേരത്തെ നമ്മൾ പറഞ്ഞ മോഡ്യൂളുകളുണ്ടല്ലോ, അതിനകത്തൊക്കെ ഒരുപാട് ഹാങ്ങിങ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഡൽഹിയിൽ ചെന്ന സമയത്ത് ബഹുമാനായ നിതിൻ ഗഡ്കരിജിയുമായി സംസാരിച്ചു. അപ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ ആ തരത്തിലുള്ള ഒരു ഹാങ് ആവുന്നൊരു പ്രശ്നമുണ്ട്. അത് ഒരാഴ്ചക്കകത്തത് പരിഹരിക്കാമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്പീഡ് കൂട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. ശ്രീ ടി എം ശശി. സാർ, ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് ഏറ്റവും ഗുണകരമായ ഒന്നായിരുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് ട്രാക്കുകൾ. എന്നാൽ നിലവിലിപ്പോൾ അത് സംസ്ഥാനത്ത് വേണ്ടതിൽ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഈ സംവിധാനം വകുപ്പിന് കീഴിൽ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതിന് എന്തൊക്കെയാണ് തടസ്സങ്ങളെന്ന് വിശദീകരിക്കും. ഒപ്പം പരിഹരിച്ച് അത് നടപ്പിലാക്കിയാൽ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കാം. മിനിസ്റ്റർ. തീർച്ചയായിട്ടും അത് പരിശോധിക്കും. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നമുക്കത് ഒരു ഹാസിൽ ഫ്രീ എന്ന് വിളിക്കുന്ന തരത്തിൽ അവിടെ ചെന്ന് നമുക്ക് പെട്ടെന്ന് ആ ട്രാക്കിൽ തന്നെ പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ തന്നെ മറ്റുള്ള ടെസ്റ്റുകളൊക്കെ എടുക്കുന്നതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കുറേ വിഷയങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കാര്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ പി പി സുമോദ്. സാർ, നമ്മുടെ ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു 20 വർഷമായി ഒട്ടേറെ ആളുകൾ ഡ്രൈവിംഗ് പുതുതായി പഠിക്കുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ വന്നൊരു മാറ്റമാണ്. ആ മാറ്റം കണ്ടുകൊണ്ട് കഴിഞ്ഞ സർക്കാർ പ്രത്യേകിച്ച് KSRTC കേന്ദ്രീകരിച്ച് ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിച്ചിരുന്നു. ആ ഡ്രൈവിംഗ് സ്കൂളുകൾ ഫലപ്രദമായി ഇനിയും വിപുലപ്പെടുത്താനും ഒട്ടേറെ ആളുകൾക്ക് അത് പഠിക്കാനും ആവശ്യമായ സജ്ജീകരണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാമോ വ്യാപിപ്പിക്കാമോ എന്നാണ്. KSRTCയുടെ നിയന്ത്രണത്തിൽ മാത്രം ഡ്രൈവിംഗ് സ്കൂളുകൾ വന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട അംഗം ഉദ്ദേശിച്ച കാര്യം പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല സാർ. പക്ഷേ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ എങ്ങനെ ആളുകളെ ഡ്രൈവിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നോക്കുകയാണ്. അപ്പോൾ ഇന്നലെ കിട്ടിയ കണക്കനുസരിച്ച് ഒരു മാസത്തിൽ 1.5 ലക്ഷം ആളുകളാണ് ഡ്രൈവിംഗ് ലൈസൻസുമായിട്ട് വരുന്നത്. അതിൽ പുതുക്കുന്നവരുമുണ്ട്, പുതിയവരുമുണ്ട്. പഴയ ലൈസൻസ് പുതുക്കുന്നവരും പുതിയ ആളുകളുണ്ട്. രണ്ടും കൂടെ 18 ലക്ഷമാണ് ഒരു വർഷത്തിൽ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മളതിന് വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ സ്കൂളുകളിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ആലോചിച്ച് +2 പഠിക്കുമ്പോൾ തന്നെ പ്രീ ലൈസൻസ് ട്രെയിനിങ്, ലൈസൻസ് എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള എന്താണ് വാഹനമെന്നും അതിൻ്റെ നിയമങ്ങളെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിക്കുലത്തിൽ തന്നെ നമ്മൾ അതിൽ ഇടപെടുന്നതിനെക്കുറിച്ച് ഗതാഗത വകുപ്പ് ചിന്തിക്കുന്നുണ്ട്. അത് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ആലോചിച്ച് 18 വയസ്സാകുമല്ലോ സാർ +2 കഴിയുമ്പോൾ. അത് കഴിയുന്ന സമയത്ത് തന്നെ ആ വെക്കേഷനോട് കൂടി നമ്മുടെ +2കാർക്കും +2കാരിക്കും വാഹനം ഓടിക്കാനുള്ളൊരു ലൈസൻസ് കൊടുക്കാനുള്ള ഒരു ബൃഹത് പദ്ധതി നമ്മൾ ആലോചിക്കുകയാണ് സാർ. ശ്രീ അൻവർ സാദത്ത്. സർ, നമ്മൾ KSRTCയിൽ പല റൂട്ടുകളും നിലവിൽ കട്ട് ചെയ്തേക്കും. ഇപ്പോൾ ആലുവയിൽ തന്നെ പല റൂട്ടുകളും നേരത്തെ KSRTC ബസ് ഓടിയിരുന്നതാണ്. പല കാരണങ്ങളും പറഞ്ഞ് ചില കളക്ഷൻ പറഞ്ഞു, പിന്നെ കോവിഡ് സമയത്ത് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ പല കാരണങ്ങളൊന്നും യാത്രക്കാർ ആ പ്രദേശത്തുവരെ പ്രൈവറ്റ് ബസ് ഇല്ലാനും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വീണ്ടും KSRTC ബസ് ഓടിച്ച് ജനങ്ങൾക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യാനും അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുമ്പോൾ അങ്ങ് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞു കേട്ടു.
അങ്ങ് ഇപ്പോൾ ലൈസൻസ് എടുക്കാൻ ഉദ്ദേശമുണ്ടോ എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. മിനിസ്റ്റർ. അവസാനം പറഞ്ഞ കാര്യം പിന്നീട് ആലോചിക്കാം. എങ്കിൽ പോലും കോവിഡ് കാലത്ത് നിർത്തലാക്കപ്പെട്ട സർവീസുകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗങ്ങളും പല സംഘടനാ പ്രതിനിധികളും മന്ത്രിസഭയുടെ ചുമതലക്കാരെന്ന നിലയിലേക്ക് എന്നെ കാണുകയുണ്ടായി. അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്താനായിട്ട് KSRTCയോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പല റൂട്ടുകളും ലാഭകരമായി നടന്നിരുന്ന റൂട്ടുകളാണ്. അപ്പോൾ അതുകൊണ്ട് കോവിഡ് കാലത്ത് കോവിഡിൻ്റെ പേരിൽ നിർത്തലാക്കപ്പെടുകയും എന്നാൽ തുടർന്ന് നടത്തിയാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതുമായ റൂട്ടുകൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. ശ്രീ ബി മുരളീധരൻ. സർ, ഈ ദേശീയ തലത്തിൽ 2015 നരേന്ദ്രമോദി സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്കീമാണ് ഈ വാഹൻ 4.0, അതുപോലെ സാരഥി 4.0. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇൻ്റഗ്രേഷൻ നാഷണൽ ഡാറ്റാബേസുമായിട്ട് കേരളം നടത്തിയിട്ടുണ്ട്. പക്ഷേ കേരളം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും കൂടുതൽ വാഹന സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. 1000 പേർക്ക് 550 വാഹനം, ഇതാണ് നമ്മുടെ കണക്ക്. അതനുസരിച്ച് RTO ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്നും കേരളമാണ്. അപ്പോൾ ആ RTO ഓഫീസുകളിൽ അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന കാലതാമസം, നേരത്തെ ബഹുമാന്യമായിട്ടുള്ള മന്ത്രി പറഞ്ഞതുപോലെ സിസ്റ്റം ഹാങ് ആവുന്ന പ്രശ്നം, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നുള്ള നിലയിൽ RTO ഓഫീസുകളുടെ സ്റ്റാഫിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കൽ, അവിടുത്തെ ബാക്കി സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ, ഈ കാര്യത്തിൽ എന്താണ് സർക്കാർ എടുത്തിരിക്കുന്ന നിലപാട്? മിനിസ്റ്റർ. സർ, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇന്ന് പല RTO ഓഫീസുകളിലും വീർപ്പ് മുട്ടുകയാണ്. അവിടെ ആളുകൾക്ക് വരാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന് മലപ്പുറത്തൊക്കെ വളരെ പഴയ ഒരു കെട്ടിടത്തിലാണ് RTO ഓഫീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് സമഗ്രമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഒരു വർഷത്തിനകത്ത് RTO ഓഫീസുകളെല്ലാം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നാഷണൽ ലെവൽ നെറ്റ്വർക്കുകളുമായിട്ട് കൂടുതൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയും ഈ ചലാനുമായിട്ട് അതിനെ കണക്ട് ചെയ്യാനുള്ള നടപടികൾ ഞാൻ അന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. ശ്രീ PK ഫിറോസ്. സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ നടപ്പിലാക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റിലെ പരിഷ്കാരങ്ങൾ കാരണം ലേണിങ്ങിനൊരു സ്ലോട്ട് കിട്ടാതെ, ഡ്രൈവിംഗ് ടെസ്റ്റിനൊരു സ്ലോട്ട് കിട്ടാതെ ലക്ഷക്കണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലമായ കൊടുവള്ളി RTO ഓഫീസിൽ ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞ പ്രധാനപ്പെട്ട പ്രശ്നം ഒന്ന് കഴിഞ്ഞ പരിഷ്കാരം, ഒരു ദിവസം ലിമിറ്റ് ചെയ്തു, ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ എണ്ണം ലിമിറ്റ് ചെയ്തു. മറ്റൊന്ന് 4 MVA വേണ്ടിടത്ത് 1 MVA ആണ് എൻ്റെ നിയോജകമണ്ഡലമായ കൊടുവള്ളി RTO ഓഫീസിലുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത്, ഈ എൻഫോഴ്സ്മെൻറ്റും അതുപോലെ തന്നെ RTO ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരെ മെർജ് ചെയ്താൽ ഒരു പരിധി വരെ അത് പരിഹരിക്കാൻ സാധിക്കുമെന്നും, അതുപോലെ തന്നെ ഈ പരിഷ്കാരത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ ഇപ്പോൾ ആളുകൾ കാത്തു നിൽക്കുന്ന ഈ സിസ്റ്റം ഒരു പരിഹാരമാക്കാൻ സാധിക്കും എന്നൊരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അഭിപ്രായം. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സ്റ്റാഫ് സ്ട്രെങ്തിനെ കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഉള്ളടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അത് വളരെ വിശദമായൊരു പഠനം വേണ്ടി വരുന്നൊരു കാര്യമാണ്. ഒറ്റ വാക്കിൽ അത് ആളുകളുടെ എണ്ണം കൂട്ടാമെന്ന് പറയാൻ കഴിയില്ല എന്ന് സാർ അറിയാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സമഗ്രമായ വകുപ്പിലെ ആളുകളുടെ സ്റ്റാഫ് സ്ട്രെങ്തും ഇപ്പോൾ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് നമുക്കത് ഗൗരവമായ തരത്തിൽ പഠിച്ച് ചെയ്യാവുന്നതാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല. സർ, ഈ KSRTCയിൽ സമീപകാലത്ത് മാർക്കറ്റിൽ ഡിമാൻഡില്ലാത്ത വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, അതുമായി ബന്ധപ്പെട്ട് ആ വാഹനങ്ങൾ ചോർന്നൊലിക്കുന്നതായും അതിൻ്റെ ചേസിസുകൾ കട്ടാകുന്നതായും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബസ് ബോഡി കോഡ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ബസ് ബോഡി കോഡ്, അത് ഡയല്യൂട്ട് ചെയ്യണമെന്ന് സംസ്ഥാന KSRTCക്ക് വേണ്ടി തന്നെ ആവശ്യമുയർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ബോഡി കോഡ് ഡയല്യൂട്ട് ചെയ്തതായി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മിനിസ്റ്റർ. ഇത്തരം കാര്യങ്ങൾ ഔദ്യോഗികമായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ അത് പരിശോധിക്കുന്നതായിരിക്കും. ശ്രീ UR പ്രദീപ്. സർ, എൻ്റെ മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളാണുള്ളത്. ആ 9 പഞ്ചായത്തിലായി അതിൽ പഴയന്നൂർ, തിരുവില്ലാമല, പഴയന്നൂർ, കൊണ്ടാഴി എന്ന പഞ്ചായത്തുകൾ അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് മീറ്റർ ടെസ്റ്റ് നടത്തണമെങ്കിൽ
തൊട്ടപ്പുറത്തുള്ള വടക്കാഞ്ചേരി മണ്ഡലത്തിലേക്ക് ഏകദേശം 26 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വേണം മീറ്റർ ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഒരു ആവശ്യം നമുക്കാണെങ്കിൽ ഇവർക്ക് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ജോലി ഭാരം കൂടുതലുള്ളതുകൊണ്ട് ഭൂവിസ്തൃതി കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ഓടിയെത്താനും ചെയ്യാനും സമയബന്ധമായി കഴിയുന്നില്ല. നമുക്ക് ഈ പഴയന്നൂർ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കേന്ദ്രം ഒരുക്കി തന്നാൽ അതിനകത്ത് അവിടെ ടെസ്റ്റ് നടത്തി കൊടുക്കാൻ വേണ്ടി ഒരു സൗകര്യം ഏർപ്പെടുത്തി തരാൻ കഴിയുമോ അതാണ് സാർ എൻ്റെ ചോദ്യം. മിനിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കാം സാർ. യെസ്, ശ്രീ ടി ജെ വിനോദ്. ഇന്ത്യയിൽ ആദ്യമായി നിയമം മൂലം മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി നടപ്പാക്കിയ നഗരമാണ് കൊച്ചി. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇത്തവണ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി രൂപീകരിക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ, എറണാകുളത്തെ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. സാർ, ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ റെയിലും റോഡും ബോട്ട് സർവീസും എല്ലാം സംയോജിപ്പിച്ച് ഒറ്റ വൺ ടിക്കറ്റിലൂടെ ഇത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിലായിരുന്നു നടപ്പാക്കിയത്. വളരെ ശോചനീയമാണ് സാർ ഇപ്പോൾ മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ അവസ്ഥ. അത് പരിഹരിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടുമോ എന്ന് മിനിസ്റ്റർ. ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വളരെ വേഗം തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കണ്ടെത്തുന്നതാണ്. ശ്രീ ടി പി അഷ്റഫ് അലി. സാർ, ഇപ്പോൾ ഒരു AMVAയ്ക്ക് കീഴിൽ 40 പേർക്കാണ് ഒരു ദിവസം ലേണേഴ്സ് ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയുള്ള അനുമതിയുള്ളത്. MVAമാരുടെ കുറവുകൾ മൂലം നിരവധിയായ അപേക്ഷകൾ വരികയും അപേക്ഷകൾക്ക് 6 മാസത്തോളം കാലതാമസം ഉണ്ടാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഇതുമൂലം സ്റ്റേറ്റിന് പുറത്തേക്ക് പോയി ലൈസൻസ് എടുക്കുന്നതും ഇപ്പോൾ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ റവന്യൂവിൽ തന്നെ അത് കാര്യമായി ബാധിക്കുന്ന ഒന്നാണ്. സാർ, ഒന്നുകിൽ ഈ 40 എന്നുള്ള ഒരു ദിവസം നൽകാവുന്ന ലേണേഴ്സ് ടെസ്റ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ചോ അതല്ലെങ്കിൽ MVAമാരെ നിയമിച്ചോ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളത്. മിനിസ്റ്റർ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയൊരു പ്രഷറാണ് ഓഫീസുകൾ നേരിടുന്നത്. അത് സമഗ്രമായ തരത്തിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിക്കൊണ്ടത് പരിഹരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതാണ്. ശ്രീ മുഹമ്മദ് ഷിയാസ്. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൽ നിരവധിയായിട്ടുള്ള സേവനങ്ങൾ നൽകുന്നുണ്ട്. ഓൺലൈനായി നൽകുന്ന ഈ സേവനങ്ങൾ അത് ഫലപ്രദമാണോ എന്നുള്ളത് ഒരു പരിശോധന നടത്താൻ മന്ത്രി തയ്യാറാകുമോ? മിനിസ്റ്റർ. ഒരു ക്വസ്റ്റ്യൻ കൂടി. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കുന്ന ഈ പദ്ധതികളിൽ നമ്മൾ അതിനകത്ത് എത്രത്തോളം പോരായ്മകളുണ്ട് അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അതിനകത്ത് വേണം. ഇപ്പോൾ 90 ദിവസമാണ് എൻ്റെ നിയോജകമണ്ഡലമായ മട്ടാഞ്ചേരി സബ് റീജിയണൽ ഓഫീസിൽ ലേണേഴ്സിന് വേണ്ടി കൊടുത്താൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് സ്ലോട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ എത്ര ദിവസം കാത്തിരിക്കണം? കുട്ടികൾ പെട്ടെന്ന് ലൈസൻസിന് വിദേശത്തൊക്കെ പോകാൻ ആവശ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ 90 ദിവസം ലേണേഴ്സിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവിടെ ഓഫീസിലേക്ക് കയറാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അത്ര നടന്നു പോകാൻ കഴിയില്ല. മഴ പെയ്താൽ അവിടെ വെള്ളക്കെട്ടാണ്. അതുമാത്രമല്ല, ഓഫീസ് ചോരുന്ന ഓഫീസാണ്. സിസ്റ്റങ്ങൾ തകരാറിലാണ്. പലപ്പോഴും ഓൺലൈൻ സംവിധാനങ്ങൾ കിട്ടുന്നില്ല. വാഹനമുള്ളത് തന്നെ ഡീസൽ അടിക്കാനുള്ള പണമില്ല എന്ന് പറഞ്ഞ് വാഹനങ്ങൾ ഓടുന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പോരായ്മകൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകും, ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അത് പരിശോധിക്കാനും അത് നടപടി സ്വീകരിക്കാനും ഉടനെ തന്നെ നടപടി സ്വീകരിക്കാനും സമയബന്ധിതമായി സ്വീകരിക്കാനും തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. മിനിസ്റ്റർ. ഡിപ്പാർട്ട്മെൻറ്റിനെ അനുവദിച്ചിട്ടുള്ള തുക വെച്ചിട്ടാണല്ലോ നമ്മൾ എൻ്റെ എക്സ്പാൻഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ തുക വെച്ച് അല്ലെങ്കിൽ പ്ലാൻ അനുസരിച്ച് നമുക്ക് ചെയ്യുന്നതിന് കുറേ തടസ്സങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ ഡിപ്പാർട്ട്മെൻ്റ് എന്ന രീതിയിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷം 8773 കോടി രൂപയാണ് ടാക്സായിട്ട് കിട്ടുമെന്ന് ബജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 7500 കോടിയിലധികം രൂപ കിട്ടിയിട്ടുണ്ട്. അതിൽ 2-3% ഇതിൻ്റെ എക്സ്പാൻഷന് വേണ്ടി വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ തുകയിലധികം നമ്മൾ ചിലവാക്കുന്ന തുകയിലധികം തുക ഗവൺമെൻറ്റിലേക്ക് വരികയും ഗവൺമെൻറ്റിൻ്റെ ടാക്സ് കളക്ട് ചെയ്യുന്നൊരു വകുപ്പെന്ന രീതിയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വികസനം ടാക്സ് കൂടുന്നതിന് സഹായകമാകും എന്ന അഭിപ്രായവും ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ട്. അതെല്ലാം വിശദമായ ചർച്ച ചെയ്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ് സാർ. യാത്രാ സൗകര്യത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് ഉപചോദ്യം കുറച്ച് കൂടുതലുണ്ട്. പക്ഷേ അടുത്തതിലോട്ട് പാസ് ഓൺ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. അടുത്തത് ശ്രീ സജീവ് ജോസഫ്. ക്വസ്റ്റ്യൻ 123 കൃഷി വകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ്. സർ,
ഐക്യരാഷ്ട്ര സംഘടന 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി 2026 പ്രഖ്യാപിച്ചു. സർ, ഈ പ്രഖ്യാപനത്തിന് അർഹമായ പ്രാധാന്യം നൽകിക്കൊണ്ട് കേരളത്തിലെ കാർഷിക മേഖലയിൽ വനിതാ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനും വനിതകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താനും വനിതാ കാർഷിക കൂട്ടായ്മ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബൃഹത്തായ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. സർ, ആ പദ്ധതിയാണ് ബഡ്ജറ്റിൽ ഇടം പിടിച്ചതായിരിക്കുന്ന കൃഷി സഖി എന്ന പേരിലുള്ള പദ്ധതി. ഇതിനുവേണ്ടി പ്രാഥമികമായി 350 ലക്ഷം രൂപ ഇതിനുവേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക പ്രവർത്തനത്തിനും കാർഷിക സംരംഭങ്ങളും ഇത്തരം മേഖലകളിൽ സ്ത്രീകളെ ഒരു ശക്തമായ സാന്നിധ്യമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉൽപാദനം, സംസ്കരണം, വിപണനം, മൂല്യവർദ്ധനം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും വനിതാ കർഷക സംരംഭങ്ങളെയും കൂട്ടായ്മകളെയും വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കും. സ്ത്രീ സംരംഭകത്വം, ഉപജീവനമാർഗം, ആധുനിക വൈജ്ഞാനിക സാങ്കേതിക വിദ്യയുടെ കൂട്ടിയോജിപ്പിക്കൽ തുടങ്ങിയ വിവിധങ്ങളായ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. സർ, ബി, വനിതാ സംരംഭകർക്ക് മാത്രമായി നിലവിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കാർഷിക പദ്ധതി നിലവിലില്ല. എന്നാൽ കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യം മുഖേന നടപ്പിലാക്കുന്ന MSME പദ്ധതിയോടുകൂടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, കിസാൻ ക്രെഡിറ്റ് കാർഡ്, സ്മാം തുടങ്ങിയതായിരിക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായി ജനറലായി നൽകുന്നതായ പദ്ധതികളിൽ വനിതാ കർഷകർക്കുള്ളതായിരിക്കുന്ന ഉൾക്കൊള്ളലും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ പ്രത്യേകമായിട്ടുള്ള പദ്ധതികൾ വനിതകൾക്കായി രൂപീകരിച്ചിട്ടില്ല. ആദ്യമായാണ് കേരളത്തിൽ വനിതാ കർഷക സംരക്ഷണത്തിനും പ്രയാണത്തിനും വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അതാണ് കൃഷി സഖി. സർ, സി, വനിതകൾക്ക് ആധുനിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്ന തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് പരിപാടികളും പദ്ധതികളും ഉണ്ടോ എന്നുള്ളതാണ്. സർ, കൃഷി സഖി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി പ്രാഥമികമായി 300ഓളം വരുന്ന കൃഷി സംഘങ്ങളെ, വനിതാ കൃഷി സംഘങ്ങളെ ഇതിൻ്റെ ഭാഗമായി മാപ്പ് ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ സജീവ് ജോസഫ്. സർ, പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയ്ക്ക് നൂതനമായ സാങ്കേതിക വിദ്യകളിലൂടെ പ്രതീക്ഷ നൽകുന്ന പുതിയ സമീപനങ്ങളെ, പുതിയ ദിശാബോധത്തിലേക്ക് നയിക്കുന്ന സമീപനങ്ങളെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് സർ. സർ, സ്ത്രീകൾ നയിക്കുന്ന കാർഷിക കൂട്ടായ്മകൾക്കും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്കും പിന്തുണ നൽകുന്ന പദ്ധതികൾ ഇതിൻ്റെ ഭാഗമാകുമോ? അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിശീലനം സ്ത്രീകൾക്ക് വേണ്ടി തയ്യാറാക്കുമോ? അത് സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരം തരാൻ സാധിക്കുമോ? മിനിസ്റ്റർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ കാർഷിക മേഖലയിൽ AI ഉൾപ്പെടെയുള്ളതായ നൂതന വിജ്ഞാന മേഖലകൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ളതായ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കപ്പെട്ടിട്ടില്ല. സർ, ആന്ധ്രയിലെ ഖമ്മം അടക്കമുള്ളതായ മേഖലകളിൽ മുളക് കൃഷിയിൽ ഉൾപ്പെടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഗുണഫലങ്ങൾ അവിടെയുള്ള IIT ഉൾപ്പെടെയുള്ള സംവിധാനത്തിൻ്റെ സഹായത്തോടു കൂടി നടത്തിയതായ പദ്ധതികളുടെ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം പദ്ധതികൾ കൃഷി വകുപ്പ് ആലോചിക്കുകയാണ്. പെപ്പർ ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ മോഡൽ അടിസ്ഥാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെ നിലവിൽ ഡ്രോൺ ഉൾപ്പെടെ IoT ഉൾപ്പെടെയുള്ള വിവിധ സംവിധാനങ്ങൾ അതിൻ്റെ ഭാഗമായി ക്രമീകരിക്കുന്നുണ്ട്. കേരളത്തിലെ കാർഷിക മേഖലയിൽ കാർബൺ ക്രെഡിറ്റ് സംവിധാനം നിലവിൽ കേരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയ തലത്തിൽ ആവിഷ്കരിച്ചു. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടിയും കൃഷി വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ രോഗാതുരമായ പുതിയ സാഹചര്യത്തിൽ വിഷരഹിത പച്ചക്കറി സംലഭ്യമാക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയസമീപനം തന്നെയാണ് സർ. അത് സംബന്ധിച്ച് ജൈവകൃഷിയും അതുപോലെ മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംരംഭകത്വവും അതിന് പ്രത്യേകമായിട്ടുള്ള പരിശീലനവും പ്രോത്സാഹന പരിപാടികളും പ്രത്യേകമായി കൃഷി വകുപ്പ് തയ്യാറാക്കും. യെസ് മിനിസ്റ്റർ. സർ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജീവിതശൈലി രോഗങ്ങളും ചില രോഗങ്ങളുടെ ആധിക്യവുമാണ്. ഇതിനുള്ള ഏക പരിഹാര മാർഗം
കാർഷിക വൃത്തിയിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ മുഴുവനായി മാറ്റുക എന്നുള്ളതാണ്. അതിൽ ജൈവ കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട, പരമ്പരാഗത കാർഷിക മാർഗങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കതിർ ഉൾപ്പെടെയുള്ളതായ പുതിയ പദ്ധതി സംസ്ഥാന കൃഷി വകുപ്പ് വിഭാവനം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമുകളും സംസ്ഥാന സർക്കാരിൻ്റെ സ്കീമുകളും എല്ലാം ഇതിനു വേണ്ടിയുണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. ശ്രീ കെ ജയന്ത്. കാർഷിക വൃത്തിയിലേക്ക് നമ്മളെ ജനങ്ങളെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ള കൃഷിമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ നമ്മളത് നിരന്തരമായി ശ്രമങ്ങൾ നടത്തുമ്പോഴും കർഷകർക്ക് അവഗണന മാത്രമാണ് ലഭിക്കുന്നത് എന്നത് ഏറെ സങ്കടകരമാണ് സാർ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ കുടിശ്ശിക പോലും ലഭിക്കാതെ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന സങ്കടകരമായ കഥകൾ നമ്മൾ നിരവധി കേട്ടിട്ടുണ്ട്. അന്നം തരുന്നവരെ അംഗീകരിച്ചില്ലെങ്കിലും അവരെ അവഗണിക്കരുത് സാർ, അവരെ വെയിലത്തും മഴയത്തും നിർത്തരുത്. എൻ്റെ ചോദ്യം കാർഷിക വകുപ്പുമായി ബന്ധപ്പെട്ട് ക്ഷേമനിധികളിലും വിവിധ പദ്ധതികളിലുമായി കർഷകർക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ കൊടുത്തു തീർക്കാനുള്ള തുകയുടെ വിശദാംശങ്ങൾ ലഭ്യമാക്കാമോ? ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞിട്ടുള്ള ദീർഘമായിട്ടുള്ള മറുപടി ആവശ്യമുണ്ട്. അതിലെ ചെറിയതായിരിക്കുന്ന ഒരു മേഖലയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. സർ, സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഇൻഷൂർ ചെയ്ത കർഷകർക്ക് 2025 മുതൽ ഇതുവരെയായി 10,026 കർഷകർക്കായി 32.73 കോടി രൂപ കുടിശ്ശികയായി നൽകാനുണ്ട്. സർ, വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 45.9 കോടി രൂപ സർക്കാരിന് കുടിശ്ശികയുണ്ട്. സർ, പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷൂർ എടുക്കാത്തതായിരിക്കുന്ന വിവിധ കർഷകർക്ക് പ്രകൃതിക്ഷോഭങ്ങൾ മുഖേന നഷ്ടമുണ്ടാകുമ്പോൾ അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിഹിതത്തിൽ 2021 മുതലുള്ളതായിരിക്കുന്ന തുക മുഴുവൻ പെൻഡിംഗ് ആണ്. 90 കോടി രൂപ ഈ ഇനത്തിൽ കൊടുത്തു തീർക്കാനുണ്ട്. സർ, കർഷക കടാശ്വാസ കമ്മീഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണമായിരുന്നു. സർ, കർഷകർക്ക് കടാശ്വാസ കമ്മീഷൻ അവാർഡ് അനുവദിച്ചതായിരിക്കുന്ന തുകയിൽ സർക്കാരിൻ്റെ വിഹിതം കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രമാണം കിട്ടാത്തതായിരിക്കുന്ന പ്രശ്നം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. 277 കോടി രൂപ ഈ കാര്യത്തിൽ സർ പെൻഡിംഗ് ഉണ്ട്. സർ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിവിധങ്ങളായിട്ടുള്ള പർച്ചേസുകളിലും നമ്മൾ പെൻഡിംഗ് ആയിട്ടുണ്ട്. കർഷക കടാശ്വാസ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2019 സംസ്ഥാന സർക്കാർ ആക്ട് പാസാക്കി. അതിനുശേഷം 2020 ക്ഷേമനിധി ബോർഡ് വന്നു. 12,000 കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്തു. പക്ഷേ കർഷകരിൽ നിന്ന് അവരുടെ അംശാദായം വാങ്ങി ഒരു നയാ പൈസ പോലും സംസ്ഥാന സർക്കാർ അടയ്ക്കേണ്ട പണം ഇതുവരെ അടച്ചിട്ടില്ല. ഈ 2026 ഡിസംബറോടുകൂടി അത് ഡ്യൂ ആവുകയാണ്. അത് ഡ്യൂ ആവുന്ന സമയത്ത് ഇതുവരെ 3 കൊല്ലത്തിലധികമാണ് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കും നടപ്പിലാക്കേണ്ട ഫയൽ കഴിഞ്ഞ സർക്കാരിൻ്റെ മുമ്പിൽ കാത്തുകെട്ടി കിടന്നത്. പക്ഷേ ഒരു നടപടിയും എടുക്കാതെ ആ പദ്ധതി അനിശ്ചിതമായി തുടരുകയാണ്. ശ്രീ വി എസ് ജോയ്. സർ, എൻ്റെ നിയോജകമണ്ഡലമായ തവനൂരിൽ ഒരു കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അനുബന്ധമായുള്ള 100-ലധികം വരുന്ന ഏക്കർ സ്ഥലം പ്രയോജനപ്പെടുത്തി പുതിയ ഒരു കാർഷിക കോളേജ് സർക്കാർ സ്ഥാപിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. BSc അഗ്രികൾച്ചറൽ, BSc ബയോടെക്നോളജി, BSc ഹോർട്ടിക്കൾച്ചറൽ, അതോടൊപ്പം തന്നെ മന്ത്രി ഇവിടെ സൂചിപ്പിച്ച AI നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തി അവിടെ ഒരു കാർഷിക കോളേജ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുട്ടനാട് എന്ന കേരളത്തിൻ്റെ നെല്ലറയോട് കിടപിടിക്കുന്ന കോൾപ്പാടങ്ങളുള്ള ആ കാർഷിക മേഖലയ്ക്ക് അത് പ്രയോജനകരമായിരിക്കും. അതോടൊപ്പം തന്നെ ചെറുപ്പക്കാർ കാർഷിക മേഖലയിൽ നിന്ന് അകന്നു പോകുന്നു. അവരെ ആ മേഖലയിലേക്ക് ചേർത്ത് നിർത്താൻ കഴിയുന്ന നൂതന കോഴ്സുകൾ ഉൾപ്പെടുത്തി ഒരു കാർഷിക കോളേജ് അവിടെ സ്ഥാപിക്കുമോ എന്നാണ് ചോദ്യം. മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം എന്നെ 2 തവണ ഈ വിഷയത്തിൽ വന്ന് കണ്ടിരുന്നു. മറ്റു ചില അംഗങ്ങളും കണ്ടിരുന്നു. സർ, ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ്. സർ, അതിൽ ജനറലായി ഒരു കാര്യം പറയാം. കേരളത്തിലെ വിവിധ എഞ്ചിനീയറിംഗും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളും വിവിധ കോഴ്സുകളുമൊക്കെ നമ്മൾ കൊണ്ടുവന്നെങ്കിലും അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്നും 100 കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു പഠിക്കുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഏതൊക്കെ തലത്തിൽ കേരളത്തിൽ അഗ്രികൾച്ചറൽ കോഴ്സസിനെ കൂടുതൽ കൊണ്ടുവരാമോ അതിനുള്ള സാധ്യതകൾ ആരായും. അങ്ങനെ വരുന്ന സമയത്ത് തവനൂരിൽ നിന്ന് അവിടെ ഓൾറെഡി തവനൂരിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു മനോഹരമായിട്ടുള്ള ക്യാമ്പസ് അവിടെയുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നടപടിയെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. KP നൗഷാദ് അലി.
സർ, ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ആദ്യ ചൂടായിട്ടും ആ ലക്ഷ്യം നിറവേറുന്നതിലുള്ള പ്രധാന നാഴികക്കല്ലും അവരെ സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ കളനാശിനിയും കീടനാശിനിയും ഫംഗസ് പായൽ പൂപ്പൽ നാശിനിയൊന്നും ഇല്ലാത്ത, അതുപോലെ ജനിതക മാറ്റം വരുത്തി അനാരോഗ്യകരമാകാത്ത ധാന്യവിളകൾക്കൊക്കെ വലിയ തോതിൽ വിപണി നമ്മുടെ ഇടയിലുണ്ട്. സ്ത്രീകളെ അത്തരം രംഗത്ത് പരിശീലനം കൊടുത്ത് അവരെ ആ രംഗത്ത് ഉൽപ്പാദകരാക്കി മാറ്റുകയും അവരെയും കസ്റ്റമറെയും നേരിട്ട് ബന്ധിപ്പിക്കുന്ന പ്രൊക്യൂമർ പോലെയുള്ള ഇടനിലക്കാരില്ലാത്ത സങ്കേതങ്ങൾ അവിടെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന രീതികൾക്ക് സാധ്യതയുണ്ടോ? അത്തരം ആലോചനകൾ ഉണ്ടാകുന്നത് നന്നാവും എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു. സർ, കർഷകർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അവന് ഉൽപ്പാദിപ്പിക്കുന്നതായിരിക്കുന്ന വിളകൾക്ക് മാർക്കറ്റ് ലഭ്യമാകാൻ യഥേഷ്ടം, അതിൽ MSPയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്, ക്ലൈമറ്റിക് ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന വിഭവങ്ങൾ ലഭ്യമാകാത്ത പ്രശ്നങ്ങളുണ്ട്, പശ്ചാത്തല സൗകര്യം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്, പല ഇഷ്യൂസും ഉണ്ട്. ഇതിൽ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇടനിലക്കാരില്ലാതെ അവരുടെ വിളകൾ അവർക്ക് സൗകര്യപ്രദമായി വിപണി കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള നടപടികളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചുമാണ്. പരമ്പരാഗതമായിട്ടുള്ള ഇത്തരം വിപണികളും അതോടൊപ്പം തന്നെ സർ, കേരളത്തിലെ കൃഷി വകുപ്പിൽ മാർക്കറ്റിംഗ് അതുപോലെ ബിസിനസ് ഡെവലപ്മെന്റ് ഡിവിഷൻ നിലവിലില്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ കർഷകരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്കും സർട്ടിഫിക്കേഷൻസിലേക്കും ഉയർത്താനുള്ള ഒരു നടപടി. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിംഗ് ബിസിനസ് ഡെവലപ്മെന്റ് ഡിവിഷൻ ആരംഭിക്കാനുള്ള നടപടി, റീസ്ട്രക്ചറിംഗ് ഉൾപ്പെടെയുള്ള കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി ഈ കാര്യത്തിൽ നടപടിയുണ്ടാവും. ശ്രീ KN ബാലഗോപാൽ. സർ, വനിതകളുടെ കൂട്ടായ്മകൾ വഴി കൂടുതൽ കാർഷിക മേഖലയിൽ എന്തെല്ലാം ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യനാണ് സാർ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ധാരാളം കൃഷിഭൂമികൾ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അതിനകത്ത് വനിതകളുടെ കൂട്ടായ്മ ശക്തമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനും വാല്യൂ ആഡഡ് പ്രൊഡക്ഷനും മാർക്കറ്റിംഗ് വരെയുള്ള കാര്യങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ച് സാർ, ഫ്ലോറിക്കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അതുപോലെ ഇപ്പോൾ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ രാജ്യത്ത് 85% വരെ എത്തനോൾ ചേർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രെയിൻ പ്രൊഡക്ഷനെ, ധാന്യങ്ങളുടെ പ്രൊഡക്ഷനെ ബാധിക്കാതെ ധാരാളം കൃഷിഭൂമികൾ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. ഈ ഗ്രെയിൻ പ്രൊഡക്ഷനെ ബാധിക്കാതെ എത്തനോൾ പ്രൊഡക്ഷൻ ഉൾപ്പെടെ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾ തയ്യാറാക്കുമോ? അതിന് പോർട്ടുകൂടി സാർ, വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ പോർട്ടുകൂടി വന്ന സ്ഥിതിക്ക് ഹോർട്ടിക്കൾച്ചർ ആയാലും ഫ്ലോറിക്കൾച്ചർ ആയാലും അത് റെഫ്രിജറേറ്റഡ് ഗോഡൗൺസ് അടക്കമുള്ള കാര്യങ്ങൾ ഈ കൂട്ടായ്മയ്ക്ക് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് മാർക്കറ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുമോ? യെസ് മിനിസ്റ്റർ. സർ, കേരളത്തിലെ ബാരൻ ലാൻഡ് അത് മുഴുവൻ മാപ്പ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ആഴ്ച ഉദ്യോഗസ്ഥന്മാരുടെ ഒരു യോഗം വിളിക്കുകയും ആ യോഗത്തിൽ വെച്ചുകൊണ്ട് കൃഷി ചെയ്യാവുന്നതായിരിക്കുന്ന ചെയ്യാത്തതായിട്ടുള്ള ഗവൺമെൻറ് ലാൻഡ്സും അതുപോലെ പ്രൈവറ്റ് ലാൻഡ്സും അത് മുഴുവൻ മാപ്പ് ചെയ്യാനുള്ളതായ നിർദ്ദേശം കൊടുത്തു. ആ മാപ്പ് ചെയ്ത് ലഭ്യമായി കഴിഞ്ഞാൽ അടുത്ത മിഷൻ എന്നുള്ളത് നമ്മുടെ ഭക്ഷ്യകാര്യത്തിലുള്ളതായ സ്വയം പര്യാപ്തതയുടെ അടുത്തുവരെ എത്തുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ്. അതിലിത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കും. സർ, ഉൽപ്പാദനം മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചു, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ കർഷകരെയും സർട്ടിഫിക്കേഷൻസിലേക്ക് നമ്മുടെ കർഷകരെ ഉയർത്തുകയും ആ വിളകൾ സൂക്ഷിക്കാനുള്ളതായിരിക്കുന്ന ഇടം നേരത്തെ സൂചിപ്പിച്ച് കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള സംവിധാനങ്ങൾ, വെയർഹൗസിംഗ് ഉണ്ട്. വെയർഹൗസിംഗ് സംവിധാനത്തിൽ ഉപയോഗിക്കാത്തതായിട്ടുള്ള മേഖലകൾ അതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുതിയതായിരിക്കുന്ന കോൾഡ് ചെയിൻ ബ്ലോക്സ് ഉൾപ്പെടെ വരും. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതായിരിക്കുന്ന സംവിധാനങ്ങൾ, എത്തനോൾ പ്രൊഡക്ഷൻ സംവിധാനത്തിൻ്റെ മേഖലകൾ ഉൾപ്പെടെ ധാന്യ വിഷയത്തിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് മുഴുവൻ കയറ്റുമതി ഉൾപ്പെടെയുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചു. ശ്രീ IC ബാലകൃഷ്ണൻ. സർ, കേരളത്തിലെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കാർഷിക യൂണിവേഴ്സിറ്റി. സർ, കാർഷിക യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വിവിധ ജില്ലകളിൽ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളുണ്ട്. മാത്രമല്ല സാർ, ഈ കർഷകർ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. സർ, ഈ ജില്ലകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിരവധി ഭൂമി വെറുതെ കിടക്കുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിൽ സുൽത്താൻ ബത്തേരി അമ്മായിപ്പാലം, അവിടെ 10 ഏക്കർ ഭൂമി കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിലാണുള്ളത്. അപ്പോൾ അവിടെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള സംഭരണ കേന്ദ്രങ്ങൾ അത് വിപുലപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ,
കേരളത്തിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അതിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചു. അതിൽ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ സയൻറ്റിഫിക് തോട്ട്സും അതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ റിസൾട്ടും പ്രോഡക്ട്സും കർഷകന് യഥാവിധി ലഭ്യമാക്കി അത് ഗുണപരമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ ചെറിയൊരു ഗ്യാപ്പുണ്ട് ചില മേഖലകളിൽ. ആ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കൃഷി വകുപ്പ് കടക്കുകയാണ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതോടുകൂടി കർഷകനും അഗ്രികൾച്ചറൽ റിസർച്ചും തമ്മിലുള്ളതായിരിക്കുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതോടുകൂടി ആ പ്രശ്നം അവസാനിക്കും. അദ്ദേഹം ചോദിച്ച രണ്ടാമത്തെ സ്പെസിഫിക് ആയ ചോദ്യം ബത്തേരിയിലെ അമ്മായിപ്പാലവുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന അവിടെയുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ സ്ഥലത്ത് MLAയോടൊപ്പം വിസിറ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കും. അതിനെ വിഭാവനം ചെയ്ത പൂർണ്ണതയിൽ എത്തിക്കാനുള്ള നടപടിയും എടുക്കും. അതോടൊപ്പം തന്നെ വേങ്ങേരിയിലുള്ളതായിരിക്കുന്ന മാർക്കറ്റിനെ കുറിച്ച് ജയന്ത് ഇവിടെ സൂചിപ്പിച്ചിരുന്നു, നോർത്തിലെ അംഗം സൂചിപ്പിച്ചിരുന്നു. അത്തരം നിശ്ചലമായി കിടക്കുന്നതായിട്ടുള്ള മാർക്കറ്റുകളും മറ്റു കാര്യങ്ങളും അനുഭാവപൂർവ്വം ഗവൺമെന്റ് പരിശോധിച്ച് വേണ്ടതായിരിക്കുന്ന തിരുത്തലുകളും എംപവർമെന്റ് സ്കീമും കൊണ്ടുവരും. ശ്രീ പി പ്രസാദ്. സർ, ബഹുമാനപ്പെട്ട മന്ത്രി നമ്മുടെ വിളനാശത്തിൻ്റെയും മറ്റ് കൃഷി വകുപ്പ് നൽകുന്നതിനുള്ള കുടിശ്ശികയുടെ കാര്യം പറയുകയുണ്ടായി. 2021 മുതൽ നൽകാനുള്ള കണക്ക് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു പൈസ പോലും നൽകിയില്ല എന്നുള്ളൊരു ധ്വനിയുണ്ട്. നിരവധിയായ കോടി രൂപകൾ ആ കാലത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. മുൻകാലത്തെ കുടിശ്ശികയാണ്. സാർ, എൻ്റെ ചോദ്യം 15/3/2026 ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനപ്രകാരം വെള്ളനാശത്തിൻ്റെയും വിള ഇൻഷുറൻസിൻ്റെയും അന്നേ വരെയുള്ള മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുകയും സർക്കാർ ഉത്തരവ് കൈ നമ്പർ 160/2026/RD എന്ന ഉത്തരവും പ്രകാരം ആ തുക പൂർണ്ണമായി അനുവദിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം കൊണ്ട് ആ പണം കൊടുത്തു തീർക്കാതിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആ ഉത്തരവും പ്രകാരം ആ മുഴുവൻ തുകയും കൊടുത്തു തീർക്കുന്ന നടപടികൾ സ്വീകരിക്കുമോ? മിനിസ്റ്റർ, ഉത്തരവ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ആ ഉത്തരവിനെ തുടർന്ന് നടപ്പിലാക്കാനുള്ളതായിരിക്കുന്ന പണത്തിന്റെ ലഭ്യതയും അനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. ശ്രീ വിനു ജോബ് കുഴിമണ്ണിക്കൽ, ക്വസ്റ്റ്യൻ നമ്പർ 124. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ആധുനീകരിക്കുന്നതിനായി സമഗ്രമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ തൊഴിൽ സാധ്യതകൾ ഉറപ്പാക്കുന്ന സംവിധാനമായും ഗവേഷണത്തിനും പുതുമയുള്ള ആശയങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന അക്കാദമിക അന്തരീക്ഷമായും വികസിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. മാറുന്ന തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് പാഠ്യപദ്ധതിയും നൈപുണ്യ വികസന പരിപാടികളും പരിഷ്കരിക്കും. പുതിയ സർക്കാരിൻ്റെ പ്രാഥമിക കാര്യപരിപാടികളുടെ ഭാഗമായി നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ബയോടെക്നോളജി തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ഫ്യൂച്ചർ റെഡിനസ് തിങ്ക് ടാങ്ക് രൂപീകരിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി സിദ്ധാർത്ഥൻ ആപ്പ്, ക്യാമ്പസ് ഓംബുഡ്സ്മാൻ സംവിധാനം എന്നിവ നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നു. വിശദമായ ഉത്തരമാണ് ചോദ്യങ്ങൾക്ക് വേണ്ടി ടേബിൾ ചെയ്യാണ്. ശ്രീ വിനു ജോബ് കുഴിമണ്ണിൽ. സർ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിൽ ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഭാപാലായനം. നമുക്കറിയാം, ഇവിടുത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സീറ്റുകൾ യഥേഷ്ടം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇവിടെ പഠിച്ചിരിക്കുന്നവരിലാകട്ടെ നല്ല ശതമാനം തൊഴിൽക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവർക്ക് നിർദ്ദേശമുണ്ടാക്കുവാനും വേണ്ടി നമ്മൾ വിവിധ ഏജൻസികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അവയുടെ നടപടികളും വിലയിരുത്തുവാൻ സമഗ്രമായ ഒരു അക്കാദമിക് ഓഡിറ്റ് സർക്കാർ തലത്തിൽ ഉണ്ടാകുമോ? സർ, തീർച്ചയായും വളരെ ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും അവിടുത്തെ തൊഴിൽ സാധ്യതകൾ വളർത്തിയെടുക്കുന്നതിനുമൊക്കെയായിട്ടുള്ള കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ അനിവാര്യമായിട്ടുണ്ട്. സമഗ്രമായ പരിഷ്കാരങ്ങൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അത് വിശദമായി ചർച്ച ചെയ്ത് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. സർ, നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾ സ്വന്തം വീടും പുരയിടവും ഒക്കെ തന്നെ പണയം വെച്ച് നമ്മുടെ മക്കളെ അന്യ സംസ്ഥാനത്തും അന്യ രാജ്യങ്ങളിലും വിടുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി ആകർഷിക്കുവാൻ എന്ത് നടപടിയെടുക്കും? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ നോളജ് എക്സ്പ്ലോഷൻ്റെ കാലഘട്ടമാണെന്നും ഈ മേഖലയിൽ കരിക്കുലം റീസ്ട്രക്ചർ ചെയ്യുമെന്നും പുതിയ അക്കാദമിക് പ്രോഗ്രാംസ് ഉണ്ടാക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഔട്ട്പുട്ടും സാധ്യതയും ഒക്കെ എന്തായിരിക്കും സർ? മിനിസ്റ്റർ, പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞതുപോലെ. കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുള്ള ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അത് ഫലപ്രദമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പോയി പഠിക്കുമ്പോൾ അവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കേരളത്തിന് പുറത്ത് ഏതൊരു നഗരങ്ങളിൽ പോയാലും, ഇപ്പോൾ ബാംഗ്ലൂരിലായാലും ചെന്നൈയിലായാലും മെട്രോപൊളിറ്റൻ നഗരങ്ങൾ
നമുക്കല്ല മറ്റ് കോയമ്പത്തൂരിലോ അല്ലെങ്കിൽ മൈസൂരിലോ പോലും ഒരു ക്ലാസ് റൂമിൽ പോയി നോക്കിയാൽ വിവിധ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ അവിടെ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കാണാൻ സാധിക്കും. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു ശരാശരി ക്ലാസ് മുറി പരിശോധിച്ചാൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ഇത് സ്റ്റുഡൻറ് ഡൈവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകുന്നതിന് എന്തുകൊണ്ടാണെന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് ആ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ കേരളത്തിൽ തന്നെ ഒരുക്കുവാനുള്ള ഒരു നടപടി അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കേരളത്തിന് പുറത്തുനിന്ന് വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ ഉൾപ്പെടെ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത്. ശ്രീ അബു ജോൺ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. സാർ, ഇന്നലെ മുഖ്യമന്ത്രി ഇവിടെ റിവേഴ്സ് റെമിറ്റൻസിൻ്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തു നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാൻ വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ ഫീസും മറ്റ് ജീവിത ചെലവുകളുടെ ഒക്കെ അതും അതിൽ ഉൾപ്പെടുന്നു. സാർ, ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ നിലവിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളുടെ ഓഫ് ക്യാമ്പസുകൾ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങുവാനുള്ള പദ്ധതിയുണ്ടോ? അതുപോലെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ച ഫിലിം ആൻഡ് മീഡിയ സിറ്റിയുടെ ഭാഗമായി ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് സിനിമാറ്റിക് ആർട്സ്, യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ കാലിഫോർണിയ, ബെർക്ക്ലി സ്കൂൾ ഓഫ് മ്യൂസിക് തുടങ്ങിയ കലാപരമായ യൂണിവേഴ്സിറ്റികൾ ഇവിടെ തുടങ്ങുന്നത്. വേഗം പറയാമെങ്കിൽ പറഞ്ഞോളൂ. സർ, സർക്കാർ ആ ലക്ഷ്യത്തിൽ തന്നെയാണ്, ആ ദിശയിൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കേരള നോളജ് വാലി ഉൾപ്പെടെ കേരളത്തെ ഒരു ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ച കാര്യം ഉൾപ്പെടെ പരിശോധിച്ച് കേരളത്തിൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കേരളം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. താങ്ക് യു വെരി മച്ച്. ചോദ്യോത്തര സമയം കഴിഞ്ഞു.